മാനന്തവാടി പടമലയിൽ ഇറങ്ങിയ ആളെക്കൊല്ലി ആനയെ പിടികൂടാനുള്ള ദൗത്യം ആരംഭിച്ചു. ആനയുള്ള സ്ഥലം ദൗത്യസംഘം വളഞ്ഞിരിക്കുകയാണ്. ആനയെ വളയാൻ കുങ്കിയാനകൾ സമീപത്തെത്തിയിട്ടുണ്ട്. അതേസമയം ദൗത്യം നേടുന്നതിൽ നാട്ടുകാരിൽ പ്രതിഷേധവും ശക്തമാവുകയാണ്. DF ഓഫീസ് BJP പ്രവർത്തകർ ഉപരോധിച്ചു. ഇവരുമായി ശ്രീജിത്തും പ്രജിത് മോഹനും ചേരുകയാണ്. ആദ്യം ശ്രീജിത്ത്, ദൗത്യ സംഘം ഇപ്പോൾ ആനയെ വളഞ്ഞിരിക്കുകയാണ്. കുങ്കിയാനകളും ഒക്കെയും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. ദൗത്യം വിജയകരമാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ദൗത്യ സംഘം? KP, നാം ഇപ്പോൾ നിൽക്കുന്നത് ഒരു വനത്തോട് ചേർന്ന സ്ഥലത്താണ്. ഈ റോഡ് സൈഡിൽ ഇത്തരത്തിൽ വനംവകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ട്. ഈ ദൗത്യത്തിന്റെ ആയിട്ടുള്ളവർ ഈ ദൗത്യ സംഘത്തിൽ പങ്കാളിയാകുന്ന ഒരു ടീം വനത്തിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. ഈ സംഘമാണ് നിലവിൽ കാട്ടാനയെ വളഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻപ് ഇവിടെ എത്തിച്ചിരുന്ന കുങ്കിയാനകൾ ഭരത്, സൂര്യ, വിക്രം, സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള 4 കുങ്കിയാനകളെയും അല്പസമയം മുമ്പ് ഇവിടെ എത്തിച്ചിരുന്നു. ഈ വന അതിർത്തിയിൽ എത്തിച്ചിരുന്നു. ഈ വന അതിർത്തിയിൽ നിന്നും ഈ 2 ആനകളെ 2ആയി തിരിച്ച് ഈ ആനയെ വളയുന്നതിനായി ഉൾക്കാട്ടിലേക്കാണ് നിലവിൽ എത്തിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഈ ആനയുടെ പുറത്ത് നിന്നും വെടിവെക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഈ കുങ്കിയാനകളെ പുറത്തു കയറിയിട്ട് ഈ ദൗത്യ സംഘം ഈ കാട്ടാനയെ വെടിവെക്കുന്ന സാഹചര്യം പരിശോധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഒരു മരത്തിന് മുകളിൽ നിന്നും കയറി ഇത്തരത്തിലുള്ള ചെറിയ ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയും വെടിവെക്കാനുള്ള ശ്രമമുണ്ട്. എന്തായാലും ഈ ദൗത്യ സംഘം ഈ ആനയെ ട്രാക്ക് ചെയ്തിട്ടുണ്ട്. അതിനാൽ തന്നെ എത്രയും വേഗം ഈ ആനയെ പിടികൂടാനുള്ള ദൗത്യമാണ് നിലവിൽ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ സമയമാണ് ഏറ്റവും അനുയോജ്യം. ഉച്ചയോട് അടുക്കുകയാണെങ്കിൽ ഈ മേഖലയിലേക്ക് ചൂട് കൂടും. അതിനാൽ ആ സമയം എന്തായാലും ആനയെ പിടികൂടാൻ കഴിയില്ല. അതിനാൽ തന്നെയാണ് ഏറ്റവും അനുയോജ്യമായ സമയം ഇതാണെന്ന് കരുതി തന്നെ ദൗത്യ സംഘം കൂടുതൽ ഇവിടെ എത്തുകയും അവർ ഈ 8:30 തന്നെ ഈ ആനയെ ട്രാക്ക് ചെയ്യുന്നു. തുടർന്ന് കാട്ടിനുള്ളിലേക്കാണ് ഇവർ എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ 300 മീറ്റർ മാറിയാണ് നിലവിൽ ഇത്തരത്തിൽ വനംവകുപ്പ് അധികൃതർ ഉള്ളത്. തുടർന്ന് ഇവർ ആനയുടെ അടുത്തേക്ക് പോവുകയും ഈ 60 മീറ്റർ അകലെ നിന്നായിരിക്കും ഇത്തരത്തിൽ ഈ ആന മയക്കുവെടി വെക്കുന്നത്. അതോടൊപ്പം തന്നെ മുൻപെല്ലാം നാം ഈ പ്രദേശത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. മുഴുവനായിട്ടും മുളം കാടുകളാണ്. മരങ്ങളാൽ ചുറ്റപ്പെട്ട വലിയ ഒരു കഠിനമായ ഒരു വലിയ കാടാണ്. അതിനുള്ളിലേക്ക് പല ബുദ്ധിമുട്ടുകളുണ്ട്. ഈ ആനയെ ഈ റോഡിന് സമീപത്ത് എത്തിച്ച് മാത്രമേ ഈ ആനയെ മയക്കുവെടി വെക്കാൻ കഴിയുള്ളൂ. കാരണം വാഹന സൗകര്യത്തിന്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ കാടിനുള്ളിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയില്ല. അതായത് ശ്രീജിത്ത്, ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് ഈ മുഴയാനയെ റോഡരികിലേക്ക് എത്തിക്കുക, അതാണ് ആദ്യത്തെ ശ്രമം അല്ലേ? അതിനുവേണ്ടിയാണ് നിലവിൽ 4 ആനകളെ 2ആയി തിരിച്ച് ഈ ആനയെ വളയുന്നതിനായി ദൗത്യ സംഘം കൂടെ ഈ ആനകളെ കാട്ടിനുള്ളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതാണ് ആദ്യത്തെ നടപടിക്രമം. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ ദൗത്യ സംഘമാണ് ഈ മേഖലയിൽ ഉണ്ടായിരുന്നത്. കാരണം ഇന്നലെ രാത്രി അവർ വലിയ ആശങ്കയിലായിരുന്നു. കാരണം ഈ മോഴയാന നാട്ടിലേക്ക് ഇറങ്ങിയാൽ, ജനവാസ മേഖലയിൽ ഇറങ്ങിയാൽ നാട്ടുകാർക്കും വനംവകുപ്പിന് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ 13 അംഗ സംഘമായിരുന്നു ഈ ആനയ്ക്ക് ചുറ്റും ഇന്നലെ വലയം തീർത്തത്. അതിനുശേഷമായിരുന്നു ഇന്ന് പുലർച്ചെയോടെ തന്നെ ദൗത്യം ആരംഭിച്ചിട്ടുണ്ട്. 8:30 മയക്കുവെടി സംഘവും ഈ മേഖലയിലേക്ക് എത്തി. അല്പസമയം മുമ്പ് കുങ്കിയാനകൾ കാട്ടിനുള്ളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനെ കൃത്യമായി ട്രാക്ക് ചെയ്ത് ആനയെ അല്പസമയത്തിനുള്ളിൽ പിടികൂടാൻ കഴിയുമെന്ന പ്രതീക്ഷകൾ ചില ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുമെങ്കിലും പക്ഷേ അത് എത്രത്തോളം നടക്കുമെന്ന കാര്യം കാത്തിരുന്നേ കാണാൻ കഴിയൂ. കാരണം ഇന്നലെയും ഉച്ചയോടെ ഈ ആനയെ കൃത്യമായി ട്രാക്ക് ചെയ്തിരുന്നു. മയക്കുവെടി വയ്ക്കുന്ന സംഘം അവിടെ എത്തിയിരുന്നു. പക്ഷേ ഈ ആന ഈ മയക്കുവെടി വയ്ക്കുന്ന സംഘത്തെ കണ്ട് ഓടി മറയുകയായിരുന്നു. ഈ ആന മുൻപ് CCTV ദൃശ്യങ്ങളിലെല്ലാം കണ്ടതുപോലെ ആരോഗ്യവാനായ ഒരു ആനയാണ്. മിനിറ്റുകൾക്കകം തന്നെ വേഗത്തിൽ ഓടി മറയുന്ന ഒരു മോഴയാനാണ്. അതിനാൽ തന്നെ ഇന്നും ഇത്തരമൊരു ആശങ്ക വനംവകുപ്പ് അധികൃതർക്കുണ്ട്. ഈ ആനയെ ലൊക്കേറ്റ് ചെയ്താലും ഈ ആനയെ വെടിവെക്കുമ്പോൾ ഈ ആന ഓടി ജനവാസ മേഖലയിലേക്ക് എല്ലാം കടന്നു കളഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും ജനങ്ങൾക്കും വനംവകുപ്പ് അധികൃതർക്കും ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ജനങ്ങളും വനംവകുപ്പ് അധികൃതരും വലിയ ആശങ്കയിലാണ്. നിലവിൽ ദൗത്യ സംഘം വനത്തിനുള്ളിലുണ്ട്. മുതിർന്ന ഉദ്യോഗസ്ഥർ ഈ പ്രദേശത്തുമുണ്ട്. ആനയെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.